ഹലോ ചിദംബരം. ഗുഡ് മോർണിംഗ് സർ. സാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നോ നാളെയോ തന്നെ അങ്ങോട്ട് വിളിക്കാമെന്നും കരുതി. സർ, എനിക്ക് നല്ല പ്രഷറുണ്ട്. സോണൽ ഓഫീസിലെ സീനിയേഴ്സ് മുഴുവൻ ഒരു ജപ്തി നടപടിയിലേക്ക് പെട്ടെന്ന് കടക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ബാങ്കിലെ നടപടിക്രമങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് തടഞ്ഞു നിർത്താനും ആവില്ല. എനിക്കറിയാം. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ സാർ. ഹെഡ് ഓഫീസിൽ നിന്നൊരു തീരുമാനമുണ്ടായി. പെട്ടെന്ന് നിയമ നടപടികൾ തുടങ്ങിയാൽ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഐ എം സോറി സാർ. ചിദംബരം, തന്നെക്കുറിച്ച് ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഞാൻ തന്നെ വിളിക്കാം. ബാങ്ക് മാനേജരാ. അവർക്ക് നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്നാ പറഞ്ഞത്. അല്ല, അച്ഛൻ 10 ദിവസത്തെ അവധി ചോദിച്ചല്ലേ? അതെ. ഈ അവസ്ഥയിൽ അയാളും ടെൻഷനിലാണ്. അയാൾക്ക് മുകളിൽ ഉയർന്ന സ്ഥാനങ്ങളുള്ളവരുണ്ടല്ലോ. ശ്യാമ പറഞ്ഞ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഇതെല്ലാം തീർക്കാൻ പറ്റില്ലേ? ആ ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ പണമാ. ഒരിക്കലും അത് വിശ്വസിച്ച് ഒരു കാര്യത്തിനും ഇറങ്ങരുതെന്ന് എന്നെ ബിസിനസ് പഠിപ്പിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ശ്യാമയ്ക്ക് ഇത് ബിസിനസ് അല്ലല്ലോ, കുടുംബകാര്യമല്ലേ. ശ്യാമ വാക്ക് പാലിക്കും. വേണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ശ്യാമയെ ഞാനൊന്ന് വിളിച്ചു പറയാം. അത് വേണ്ട. തൽക്കാലം സഹായത്തിന് കൈനീട്ടി നിൽക്കുന്നവരാണ് നമ്മൾ. സഹായത്തിന്റെ രീതി എന്തായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ശ്യാമ മേഡം വേണ്ടത് ചെയ്യും. തൽക്കാലം അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനല്ലേ നമുക്ക് പറ്റൂ. അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കും. ഇവിടെ 9 നിന്നാ മതി. ഓക്കെ. ഹോട്ടലിൽ നിന്നാ 1 മണിക്കൂർ കഴിയുമ്പോ അവര് വരും. എന്താ അമ്മ സംഭവം? എല്ലാരും കൂടി ഉള്ളതല്ലേ, ഞങ്ങളൊരു പാർട്ടി അങ്ങ് അറേഞ്ച് ചെയ്തു. അത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയാ. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഇപ്പോഴും ടെൻഷനുള്ള ഒരാള് കൂടെയുണ്ട്. അല്ലേ വരുൺ? ഞാനോ? അതെ, താൻ ചിരിക്കുന്നുണ്ട്, എല്ലാത്തിനും കൂടെ നിൽക്കുന്നുമുണ്ട്. പക്ഷെ തന്റെ മനസ്സ് സ്വസ്ഥമല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. എന്തായാലും നേരം വെളുക്കുമ്പോ പ്രശ്നമെല്ലാം തീരും. എന്നാ പിന്നെ ഒരു പാർട്ടി ആയിക്കോട്ടെ എന്ന് ഞാനാ പറഞ്ഞ്. താനൊന്ന് ഫ്രഷ് ആവും. വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരുമില്ല, നമ്മൾ മാത്രം. അത് മതി മോളെ. നമ്മുടെ സന്തോഷത്തിനിടയിൽ വേറെ ആരും വേണ്ട. ശ്യാമ എവിടെ ഇരുന്നു? ഞാൻ വിളമ്പിത്തരാം. അത് വേണ്ട എടുത്തേ. ഇന്ന് എല്ലാവർക്കും എന്റെ കൈകൊണ്ട് തന്നെ വിളമ്പി കൊടുക്കണം. അതെന്റെ ആഗ്രഹം. എടുത്തിരിക്കും. മതി മതി, അവർക്ക് കൊടുക്കും. എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? മാഡം, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് ആവശ്യമില്ലാത്ത കാര്യം പറയുകയാണെന്ന് തോന്നരുത്. എന്താ? എന്താണെങ്കിലും പറഞ്ഞോളൂ.
എന്തായാലും ഒരു പാർട്ടിയൊക്കെ ആയിട്ട് നടത്തുന്നതല്ലേ. ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു പാട്ടുകാരിയാണ് മാഡം. മാഡം ഒരു രണ്ടുപേര് പാടിയിരുന്നെങ്കിൽ. അശ്ശോ. വേറൊന്നുമല്ല മാഡം, മാഡത്തിന്റെ കൂടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുക, ഞങ്ങൾ അവിടെ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്, ഒരു വീഡിയോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് പോലും അത് ഞങ്ങൾക്കൊരു പേരാ. ഞങ്ങൾ പറഞ്ഞത് കൂടുതലായി പോയെങ്കിൽ മാഡം അത് വിട്ടേക്ക്. അയ്യോ, അതെന്താ അങ്ങനെ പറയുന്നത്? എനിക്ക് പാടാൻ അറിയാം. ഞാൻ പാടുന്ന ആളുമാണ്. എത്രയോ വേദികളിൽ പാടുന്നു. നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. മാഡം, ഞാനിത് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ പാട്ട് കേൾക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്കുണ്ട് ആഗ്രഹം. ഞാൻ ചെറിയമ്മയുടെ പാട്ട് ലൈവായി കേട്ടിട്ട് കുറെ കാലായി. എന്നാ പിന്നെ തുടങ്ങിക്കോ ശ്യാമേ. മോളെ, നമുക്ക് രണ്ടുപേർക്കും കൂടി പാടിയാലോ? ഏയ്, അത് വേണ്ട. ഇപ്പോ എല്ലാരും ഇരിക്കുന്നത് അമ്മയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാ. എനിക്കും അത് കണ്ടിരിക്കാനാ താല്പര്യം. ശരി.